ഹായ് ഫ്രണ്ട്സ്, സാധാരണ രീതിയിൽ നിങ്ങൾ 1 GB 2 GB ആണ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നത് ജിയോയിൽ. പക്ഷേ പെട്ടെന്ന് 1 GB 2 GB നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് തീർന്നു പോയാൽ നിങ്ങൾക്ക് 1 GB വീണ്ടും ഫ്രീ ആയി എടുക്കാനുള്ളൊരു ട്രിക്സാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. Computer and mobile tips, Android, iOS, Windows, website tips. Subscribe now. Press the bell icon. Never miss update. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ എനിക്ക് ഡെയിലി ലഭിക്കുന്നത് 2 GB ആണ്. ഇനി 13 മണിക്കൂറാണ് ഇതിൽ നിന്ന് ബാക്കിയുള്ളത്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഡാറ്റ പ്ലാൻ ഉള്ളത് മാർച്ച് 1 വരെയാണ് എക്സ്പയറി ഡേറ്റ്. അതുപോലെ ഇന്നത്തെ ഡാറ്റ മുഴുവനും കാലിയായിട്ടുണ്ട്. 2 GB ആണ് എനിക്ക് സാധാരണ ലഭിക്കുന്നത്. ഇവിടെ 0 KB ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഡാറ്റ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ജസ്റ്റ് 10 രൂപ റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്ത ശേഷം നമുക്ക് മെയിൻ ബാലൻസ് ആയിട്ട് ആ 10 രൂപ കിട്ടും. അതായത് 7 രൂപ നമുക്ക് ലഭിക്കും. ശേഷം 1 GB എക്സ്ട്രാ ഡാറ്റ അതിൽ നിന്ന് എങ്ങനെ എടുക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ രീതിയിൽ ഇങ്ങനെ ഡാറ്റ നമ്മളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്ട്രാ ഡാറ്റ റീചാർജ് ചെയ്യാനുള്ള കുറേ വൗച്ചർ ഓഫറൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റ വൗച്ചർ എടുത്താൽ നമുക്ക് കാണാം 11 രൂപയ്ക്ക് 400 MB, അതുപോലെ 21 രൂപയ്ക്ക് ഹൈ സ്പീഡ് 1 GB. 11 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ഇവിടെ ലഭിക്കുന്നത് 400 MB മാത്രം. നിങ്ങൾക്ക് അറിയാലോ, ടിക്ടോക്ക് അതുപോലെ യൂട്യൂബൊക്കെ എടുത്താൽ ഒരുപാട് MB നമ്മളിൽ നിന്ന് നഷ്ടമാകും. അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഈ 400 MBക്ക് പകരം 1 GB ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അതും 10 രൂപയ്ക്ക്. അതിനുവേണ്ടി നിങ്ങളുടെ ടോപ്പ്-അപ്പ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. സാധാരണ ഫോൺ വിളിക്കാനുള്ള റീചാർജ് ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ 10 രൂപയ്ക്കാണ് ഞാൻ റീചാർജ് ചെയ്യുന്നത്. 10 രൂപയ്ക്ക് നമുക്ക് 1 GB ലഭിക്കും. അതുപോലെ 7.47 ടാൽക്ക് ടൈം ലഭിക്കും. അതിന് ഒന്നിച്ച് ബോണസായിട്ടാണ് 1 GB നമുക്ക് ഹൈ സ്പീഡ് ഡാറ്റ ലഭിക്കുന്നത്. 1 GB ആവശ്യമാണെങ്കിൽ 10 രൂപ റീചാർജ് ചെയ്യാം. അതുപോലെ 2 GB ആണെങ്കിൽ 20 രൂപ റീചാർജ് ചെയ്യാം. 20 രൂപ റീചാർജ് ചെയ്താൽ 16.95 ലഭിക്കും. അതുപോലെ 2 GB ബോണസ് ഹൈ സ്പീഡ് ഡാറ്റ ലഭിക്കും. ഇവിടെ 10 രൂപ റീചാർജ് ചെയ്യാം. നമുക്ക് പേടിഎമ്മിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പേടിഎമ്മിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് വിസ കാർഡ് യൂസ് ചെയ്ത് റീചാർജ് ചെയ്യാം. ഞാൻ ഇവിടെ വിസ കാർഡ് യൂസ് ചെയ്യാണ്. അതുപോലെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ് ഉള്ള പല ഓപ്ഷനുകളും താഴെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീചാർജ് ചെയ്യാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ റീചാർജ് അയച്ചിട്ടുണ്ട് 10 രൂപ. ഇവിടെ മേലെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് 14 രൂപയായിരുന്നു. ഇപ്പോൾ 10 കൂടി 22 ആയി. ഇതിൽ നമുക്ക് ഡാറ്റ ഇതുവരെ ലഭിച്ചില്ല. ഡാറ്റ ലഭിക്കാൻ വേണ്ടി മൈ വൗച്ചർ സെലക്ട് ചെയ്യുക. മൈ വൗച്ചറിൽ ഇവിടെ റെഡീം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രണ്ടാമതായി ഓപ്ഷൻ കാണാം, പ്രൊമോ GB എന്ന ഓപ്ഷൻ. ഇവിടെ 1 GB ആണ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുള്ളത്. അതായത് ആ ബോണസ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു, പ്രോസസ്സ് കൊടുക്കുക. ഇവിടെ 1 GB നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നു. സക്സസ്ഫുൾ. ഇപ്പോൾ നമുക്ക് 1 GB ലഭിച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബൊക്കെ പ്ലേ ചെയ്യാം. ഹൈ സ്പീഡിൽ, നോർമൽ സ്പീഡിൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡെയിലി 1 GB നമുക്ക് ഡാറ്റ കാലിയായാൽ പെട്ടെന്ന് ഡാറ്റ ആവശ്യമാണെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് തന്നെ 1 GB നമുക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.